കാണാതായ 7ാം ക്ലാസ് വിദ്യാർത്ഥി ബിലാലിന് വേണ്ടി കന്നേറ്റി കായലിൽ ഇന്നും തിരച്ചിൽ തുടരും. ഫയർഫോഴ്സും NDRF സംഘവും സംയുക്തമായാണ് തിരച്ചിൽ നടത്തുക. കായലിന്റെ തീരത്ത് കുട്ടിയുടെ സൈക്കിളും ജേഴ്സിയും കണ്ടെത്തിയിരുന്നു. അനൽക സെയ്ദ് വിവരങ്ങൾ നൽകും. അനൽക, അപ്പോൾ ബിലാൽ അവിടെ വരെ കായലിന്റെ അടുത്ത് വരെ സൈക്കിളിൽ പോകുന്ന ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. പിന്നീട് എന്തുണ്ടായി എന്നുള്ളതാണ് അറിയാത്തത്. ഇന്നിപ്പോൾ തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? എന്തൊക്കെ വിവരങ്ങളുണ്ട്? ഈ കൊല്ലം കരുനാഗപ്പള്ളിയിൽ കാണാതായ 7ാം ക്ലാസ് വിദ്യാർത്ഥി ബിലാലിന് വേണ്ടി തെരച്ചിൽ ഇന്നും കന്നേറ്റിക്കാലിൽ തുടരും. അതായത് ഏകദേശം 8 മണിയോട് കൂടി തന്നെ തെരച്ചിൽ ആരംഭിക്കും. ഫയർഫോഴ്സും അതോടൊപ്പം NDRF സംഘവും സംയുക്തമാണ് തിരച്ചിൽ നടത്തുന്നത്. അതായത് വീടിനടുത്തുള്ള കന്നേറ്റിക്കാലിന്റെ തീരത്ത് കുട്ടിയുടെ സൈക്കിൾ, ബിലാലിന്റെ സൈക്കിളും അതോടൊപ്പം ജേഴ്സിയും കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതായത് കരുനാഗപ്പള്ളി വെൽഫെയർ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ബിലാൽ. അതായത് മിനിഞ്ഞാന്ന് വൈകിട്ട് ഏകദേശം 5:30 കൂടിയിട്ടാണ് സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം കുട്ടി സ്കൂൾ സുഹൃത്തിനൊപ്പം കളിക്കാനായി പുറത്തേക്ക് പോയത്. 6 മണിക്ക് ശേഷം ബിലാൽ വീട്ടിൽ തിരിച്ചെത്താതിനെ തുടർന്ന് അച്ഛൻ നൌഷാദ് കുട്ടിയെ തിരഞ്ഞിറങ്ങിയത്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ കന്നേറ്റി കായലിന് സമീപം ഇത്തരത്തിൽ കുട്ടിയുടെ ജേഴ്സിയും അതോടൊപ്പം സൈക്കിളും കണ്ടെത്തുന്നത്. പിന്നീട് കരുനാഗപ്പള്ളി നഗരസഭ റോഡിനരികിൽ സ്ഥാപിച്ച CCTV ക്യാമറകളിൽ ഈ ബിലാലിന്റെ ദൃശ്യം പതിയുകയും ചെയ്തിട്ടുണ്ട്. ബിലാലിന്റെ സുഹൃത്തിനൊപ്പം സൈക്കിൾ സഞ്ചരിക്കുന്ന ദൃശ്യവും ഈ കായൽക്കരയിലെ CCTVയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ തെരച്ചിൽ നടത്തിയെങ്കിലും, അതായത് ഈ കന്നേറ്റി കായലിന് സമീപം തെരച്ചിൽ നടത്തിയെങ്കിലും ബിലാലിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്നും ഈ കന്നേറ്റി കായൽ കേന്ദ്രീകരിച്ചായിരിക്കും, അതിന്റെ കൂടുതൽ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും നാട്ടുകാരുടെ സഹായത്തോട് കൂടിയിട്ട് തെരച്ചിൽ എന്നും നടക്കുക. ഏകദേശം 8 മണിയോട് കൂടിയിട്ട് തന്നെ തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.